വിൻ്റർ മാറി സമ്മർ വന്ന് ഇങ്ങനെ കുറച്ച് ഇലകൾ മാത്രം പൊഴിയാൻ മിച്ചം നിൽക്കുന്ന പോലെയാണ് എൻ്റെ തലയിൽ മുടി ഇപ്പം നിൽക്കുന്നത്. ഇപ്പോൾ കുറച്ച് വർഷമായിട്ട് അങ്ങനെ തന്നെ. സോ നമ്മൾ എന്ത് ചെയ്തിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് വളരുമോ എന്ന് ചോദിച്ചെങ്കിൽ എനിക്കറിയത്തില്ല. ഒന്ന് നമുക്ക് വളരെ ടെൻഷൻ അടിച്ച് ഉറക്കമില്ലാത്ത വൃത്തിക്ക് ഫുഡ് കഴിക്കാത്തൊരു ലൈഫാണെങ്കിൽ നമ്മൾ എന്ത് തലയിൽ ചെയ്താലും മുടി ഉണ്ടാകത്തുമില്ല, ഉള്ള മുടി മൊത്തം കൊഴിഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ അതുപോലെ ജെനറ്റിക്കലി കുറച്ച് മുടി വേണം. ഒരുപാട് ജെനറ്റിക്കലി നല്ല മുടിയുള്ളവരുടെ ഹെയർ കെയർ റൂട്ടീൻ നമ്മൾ ഫോളോ ചെയ്തിട്ട് യാതൊരുവിധ കാര്യമില്ല. ബിക്കോസ് പാരമ്പര്യമായിട്ട് അവർക്ക് മുടിയുണ്ട്. പാരമ്പര്യമായിട്ട് മുടി കുറച്ചുള്ളവർ അതൊന്നും ഫോളോ ചെയ്തിട്ട് യാതൊരു പ്രയോജനമില്ലെന്നാണ് എൻ്റെ ഒരു അനുഭവം. പിന്നെ ഞാൻ കണ്ടുപിടിച്ച എൻ്റെതായ ഒരു മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ വെള്ളത്തിന് ക്ലോറിൻ കൂടുതലായതുകൊണ്ടും അതുപോലെ തന്നെ ഒരുപാട് കുളിച്ച് കഴിഞ്ഞാൽ ഹെയറിലെ നാച്ചുറൽ ഓയിൽ നഷ്ടപ്പെടുന്നതുകൊണ്ടും ആഴ്ചയിൽ ഒരു ദിവസമായിട്ട് തല കുളിക്കുന്നത് ചുരുക്കി. അതുപോലെ കുളിക്കുന്ന ദിവസം നല്ല രീതിയിൽ ഓയിലൊക്കെ വെച്ച് ഏതെങ്കിലും നല്ലൊരു ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്. എനിക്ക് താരനുള്ള സമയത്താണെങ്കിൽ ഞാൻ സെബമ്മയുടെ ഷാമ്പൂ ആണ് യൂസ് ചെയ്യുന്നത്. അതെല്ലാവർക്കും വർക്ക് ചെയ്യണമെന്നില്ല, എന്നാലും ഒരുപാട് പേർക്ക് വർക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ സിറം യൂസ് ചെയ്യും. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ചെയ്യുന്നതിന് മുമ്പ് മസ്റ്റായിട്ട് എന്തെങ്കിലും ഒരു ഹീറ്റ് പ്രൊട്ടക്ടർ യൂസ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ചെയ്യുന്നതിന് ആദ്യം ഞാൻ ബ്ലോ ഡ്രൈ ചെയ്യും. അതിനുശേഷം ഫ്രണ്ട് പോർഷൻ മാത്രം സ്ട്രെയിറ്റ് ചെയ്തിടും. എന്നാലേ നമ്മളെ കാണാനായിട്ട് കുറച്ച് ഭംഗി വരത്തുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ആണല്ലോ ഏറ്റവും മെയിൻ തിങ്. പിന്നെ നമുക്ക് നല്ല ടെൻഷനുണ്ട്, വർക്ക് ലൈഫ് എല്ലാം ഭയങ്കര സ്ട്രെസ്ഡ് ആണെങ്കിലൊക്കെ, അല്ലെങ്കിൽ പഠിത്തം ജോലി ഇതൊക്കെ ഓർത്ത ടെൻഷനാണെങ്കിൽ മുടി കൊഴിഞ്ഞു പോകുന്നത് എല്ലാം സ്വാഭാവികമാണ്. അതിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അപ്പം ചൂസ്.